അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മലപ്പുറം പടയുടെ 2ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. മങ്കി പടബലനമിറിനെ ബാജുത്തിച്ചൊന്നാറുമായ ചതിയാ നീ എന്നിൽ ചെയ്ത അവസ്ഥ നന്നായി. സംഗീ അതുക്കെന്നിൽ തരും കൂലി കശുക്കാതാരം തന്നെ ജവാബുറ്റാറാദുഖില്ലേ ഒരു വിസ്താരം. അങ്ങനെ ചേരമാൻ പെരുമാൾ തൻ്റെ പട്ടാളക്കാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇവനെ ഉടനെ തന്നെ കശുമരത്തിലേറ്റി കൊലപ്പെടുത്താൻ ഉത്തരവിടുകയാണ്. ഉത്തരവിട്ടു എന്ന് മാത്രമല്ല, ഈ സമയം തൻ്റെ പടവലൻ കൃഷ്ണമൂർത്തി പറഞ്ഞു, ഈ കേസൊന്ന് വിസ്തരിച്ചതിന് ശേഷമല്ലേ നല്ലത്? ആരുടെ ഭാഗത്താണ് തെറ്റിയെന്ന് ഒന്ന് കേസ് വിസ്തരിച്ചതിന് ശേഷമല്ലേ നിങ്ങൾ ഉത്തരവിടൽ നല്ലത് എന്ന് രാജാവിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും രാജാവ് ചെവിക്കൊള്ളുന്നില്ല. എന്ന് മാത്രമല്ല, ഇങ്ങേ കുശലുണ്ടും ബീരുത്തണ്ടാവുള്ളർന്തോ ഇപ്പോൾ എണ്ടും അവനെ കൊണ്ടുള്ളറിവിയണ്ട അരുള് ചെയ്തപ്പോൾ ചേരമാൻ പെരുമാൾ പറഞ്ഞു, ഇനി നിനക്ക് നിൻ്റെ വാക്കേ കേൾക്കണ്ട. നിന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇത്രയും കാലം കഴിച്ചു കൂട്ടി. ഇനി നിൻ്റെ വാക്കെനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചേരമാൻ പെരുമാൾ തൻ്റെ ഇഷ്ടപ്പെട്ട മന്ത്രിയായിരിക്കുന്ന പടവലൻ നായരെ തൂക്കിലേറ്റാൻ ഉത്തരവിട്ടു. എന്ന് മാത്രമല്ല, മങ്കി മലക്കത്തിൽ പെരുത്തണ മൂരൈ സത്യം മൂർച്ച അരിശത്തിൽ പെരുമാളിൽ വരാബോധിയം ഇനി കേളൊടുക്കത്തിൽ വരും ഭേദം ചതുറാതാണേ ഇഷിയും നബിയാണേ അവരെ പുറ്റും ഭഗവാനാണേ കന്നമിൽ കുലക്കല്ല ഇതിമ്പെട്ടകാറിന്തിടാമൽ കവലൈ ധരിക്കാതെ ആരുളി താനുളർന്ന് പോയേ. ആ സമയം ചേരമാൻ പെരുമാളോട് അവിടുന്ന് മന്ത്രിയായ പടവലൻ പറയുകയാണ്, ഈ കേസൊന്ന് വിസ്തരിച്ചതിന് ശേഷം ഇനി നിൻ്റെ വാക്കെനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയം കശുമരത്തിലേറ്റാൻ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. ആ സമയം ചേരമാൻ പെരുമാളോട് തൻ്റെ പടവലൻ പറഞ്ഞു, എന്നാൽ സത്യം ആരുടെ പക്ഷത്താണ് എന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ അത് തെളിയുമെന്ന് ചേരമാൻ പെരുമാളോട് പറഞ്ഞുകൊണ്ട് അതാ ജനരും പെരുമാളും മാറിയാൻ നെഹർക്കാരക്കായി ചരണ കെറിയാ ചെയ്താമീറേറി കശുമുകൾക്കായി മുകളിൽ കയറും പൊളിരു കണ്ണും ഉഷർത്തിവാനിൽ മൊശികൈ മുലുക്കിൽ മേൽ മാലിക്കേഹ കറിന്തോനും നീ. അങ്ങനെ നിൻ്റെ വാക്കിനെ എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് പട്ടാളക്കാരതാ രാജാവിൻ്റെ ഓർഡർ പോലെ കശുമരത്തിലേക്ക് ഏറ്റി മുകൾ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് അവിടുന്ന് പടവലൻ ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ദൈവനാണ്, ദൈവദൂതനാ, ദൈവത്തെ തന്നെ സത്യം പിടിച്ചുകൊണ്ട് അവിടുന്ന് ദുആ ചെയ്യുകയാണ്. 4ാം ഭേദത്തിന് തന്നെയാണ് സത്യം. ഇനി ഇറങ്ങാൻ പോകുന്ന 4ാം ഭേദമാണ് സത്യം. അതിൻ്റെ ഭഗവാനാണ് സത്യം. ശരി എൻ്റെ അടുക്കലാണെന്ന് നിനക്കറിയാമല്ലോ, അതുകൊണ്ട് എനിക്ക് രക്ഷ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതാ ചേരമാൻ പെരുമാളിൻ്റെ മന്ത്രി പടവലൻ അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് അകമിൽ വെള്ളക്കായി ഒടുക്കത്തിൽ വരും ദൂതാണേ അവരെ ഭഗവാനെ ഊനൈ വക്കൽ അമാനത്ത് ഞാൻ. അവിടുന്ന് ദുആ ചെയ്യുകയാണ് പടവലൻ. ഇനി 4ാം ഭേദം ഇറങ്ങുന്ന ആ ഗ്രന്ഥമാണ് സത്യം. അത് ഇറക്കപ്പെടുന്ന പ്രവാചകനാണ് സത്യം. അതിനെ സൃഷ്ടിക്കുന്ന ദൈവമാണ് സത്യം.
എൻ്റെ അടുക്കലാണ് സത്യമുള്ളത് എന്ന് എനിക്കറിയാം, നിനക്കറിയാം. അതുകൊണ്ട് എനിക്ക് തുണ വേണം, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പടവലനതാ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് മഹാകവി മൊയ്ൻകുട്ടി വൈദ്യര് തന്നെ പറയലായിരിക്കും. നല്ലത് ബന്ധുള്ള മേഘത്തിലുണ്ട് വാനറുകൾ കൂറും, ഭയമോട്ടും വേണ്ട ഇതിൽ കയറിക്കോപായം. ഉടനെ തന്നെ കൃഷ്ണമൂർത്തിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് മാത്രമല്ല, മുകളിൽ നിന്നതാ മലക്കുകൾ ഒരു പറക്കും തളിക ഇറക്കി കൊടുത്തിരിക്കുകയാണ്, ഒരു മേഘം ഇറക്കി കൊടുത്തിരിക്കുകയാണ്. കൃഷ്ണമൂർത്തിയോട് പറഞ്ഞു, ഇതിലേക്ക് കയറിക്കൊള്ളുക, ഭഗവാൻ നിനക്ക് തുണയായിരിക്കുന്നു, നിന്റെ അടുക്കൽ തന്നെയാണ് സത്യമെന്ന് ഭഗവാൻ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ ഒരു മേഘം അതാ കൃഷ്ണമൂർത്തിക്ക് കയറാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ചിന്താത്തെളിന്തത് കേട്ട് സന്തോഷം പെറ്റുതൈ ചെമ്മേ ഉലകോരെ കൂവിത്താനും ഉരത്തുതൈ. അവിടുന്ന് കൃഷ്ണമൂർത്തി പടവലൻ മലക്കുകളോട് പറഞ്ഞു, എനിക്ക് താഴെ നിൽക്കുന്ന എൻ്റെ പെരുമാൾ ചേരമാൻ പെരുമാളോട്, എൻ്റെ ഗുരുനാഥനോട്, എൻ്റെ രാജാവിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. താഴെ നിൽക്കുന്ന മറ്റു പ്രജകളോടും എൻ്റെ അടുക്കലാണ് സത്യമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ എന്ന് പടവലൻ ആ കശുമരത്തിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് നോക്കിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്. എന്നിട്ട് ചേരമാൻ പെരുമാളോട് അദ്ദേഹം പറയുകയാണ്, സ്വന്തം ഊമയ്ക്കെല്ലാം നാം സലാമിതാ ചെയ്യും നേ, സുഖമായ ഗമ്പടിക്കുങ്കൾ പാർക്കുവീൻ പൂവിന്ന്, ഇന്ദേ മൂകിൽ ഇങ്ങിറങ്ങി വந்ததனை காமே, ഇതിൽ കയറട്ടെ ഉങ്കൾ കാണുവീൻ ഹക്കാമേ. പടവലൻ അവിടുന്ന് വിളിച്ചു പറയുകയാണ് ചേരമാൻ പെരുമാളോട്. എന്താണ് വിളിച്ചു പറയുന്നത്? ഇത് ഇപ്പോൾ സത്യം എൻ്റെ അടുക്കലാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ? ഉടനെ തന്നെ ചേരമാൻ പെരുമാൾ താന്നുകൂന്നുകൊണ്ട് തൻ്റെ മന്ത്രിയോട് പറഞ്ഞു, ദയവ് ചെയ്ത് മുകളിൽ നിന്നും ഇറങ്ങി വരണം, താഴോട്ടിറങ്ങി വരൂ എന്ന് ചേരമാൻ പെരുമാൾ കേണപേക്ഷിച്ചപ്പോൾ അവിടുന്ന് പടവലൻ പറഞ്ഞു, ഞാൻ കേസ് വിസ്തരിക്കാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞു, ആരുടെ അടുക്കലാണ് സത്യമെന്ന് കേസ് വിസ്തരിച്ചിട്ട് കാര്യങ്ങൾ നീക്കിയാൽ പോരെയെന്ന് പലവട്ടം നിങ്ങളോട് ചോദിച്ചു. ഇപ്പോൾ ഭഗവാൻ എനിക്ക് സഹായത്തിനെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഹക്കുള്ളോർക്കാമേൽ ഹക്കാണുന്നുണ്ടീവീരേ, കൗമും പെരുമാളും അന്തവാചകം കേട്ടാരേ. പടവലൻ നായർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും താഴെ നിൽക്കുന്ന ചേരമാൻ പെരുമാളും അതുപോലെ തന്നെ തൻ്റെ പട്ടാളക്കാരും എല്ലാവരും കേട്ടു. തൻ്റെ പടവലൻ്റെ അടുക്കൽ തന്നെയാണ് സത്യമെന്ന് ചേരമാൻ പെരുമാളിനെ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഏതായാലും മോക്കാമീർ പക്കൽ ഹക്കണ്ടോർത്തോരു ശക്കില്ല, ഉള്ളേറ്റം കേദിത്ത രശർ കൂറി നീ കേറല്ല. ചേരമാൻ പെരുമാൾ വീണ്ടും പറയുകയാണ്, മന്ത്രി താഴോട്ടിറങ്ങി വരണം. ആ സമയം ചേരമാൻ പെരുമാളോട് പടവലം പറയുകയാണ്, കൃഷ്ണമൂർത്തി പറയുകയാണ്, മിക്ക എനൈവക്കൽ കുറ്റം തെറ്റാലും ചുറ്റിപ്പോയി, മീതി നിറങ്ങി വാ മാപ്പ് ചെയ്യനിൽ പറ്റിപ്പോയി, എന്നെല്ലാം പറ്റിയൊരബദ്ധമാണ്, താഴോട്ട് വരൂ എന്ന് കൃഷ്ണമൂർത്തിയോട് പറഞ്ഞെങ്കിലും ഭഗവാന്റെ ആ സ്വീകരണം ഏറ്റുവാങ്ങാതിരിക്കാൻ നിർവാഹമില്ല. ഏതായാലും അവിടുന്ന് കൃഷ്ണമൂർത്തി ചേരമാൻ പെരുമാളിനൊരു സംഭവം പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളുടെ ഈ തെറ്റുകൾ ഇനി പൊറുക്കണമെങ്കിൽ നിങ്ങൾ പൊറുക്കാത്ത പാപമാണ് ചെയ്തിരിക്കുന്നത്. ആ പാപം പൊറുക്കാൻ ഞാനൊരു മാർഗം പറഞ്ഞു തരാമെന്ന് പടവലൻ നായർ അവിടുന്ന് ചേരമാൻ പെരുമാളോട് പറയുകയാണ്. എന്തായിരുന്നു അത്? പോകട്ടെ ഞാനും പെൻചെല്ല് കേട്ട പെരുമാളെ, പൊറുക്കാതെ ബൻഭാവം അല്ലേ നീ ചെയ്തതിന്നാളെ, ആകട്ടെ ദോഷം മേനി
പൊറുക്കണം എങ്കിലോ ആശു നീ കൂടിക്കോ നാലാം ഭേദം ഇറങ്ങിയിലോ. നീ പൊറുക്കാത്ത പാപമാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ നാം എല്ലാവരും കളിയാക്കി പറയാറുണ്ട്, പെഞ്ചൊല്ല് കേട്ട പെരുമാളെ മക്കത്ത് പോയി തൊപ്പിട്ടുവാ എന്ന് സാധാരണ ഒരു പഴമൊഴിയുണ്ട്. അതേപോലെ തന്നെയാണ് തൻ്റെ കൃഷ്ണമൂർത്തി പടവലം പറയുകയാണ്, നിങ്ങൾ പൊറുക്കാത്ത പാപമാണ് ചെയ്തിരിക്കുന്നത്. ഇനി ദോഷം പൊറുക്കാൻ നാലാം ഭേദം ഇറങ്ങുമ്പോൾ ആ നാലാം ഭേദം കൊണ്ട് വിശ്വസിക്കുകയും അതിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ച് പരിശുദ്ധമായ ഇസ്ലാമിൽ ചേർന്നാൽ നിങ്ങളുടെ ഈ പാപം പൊറുക്കപ്പെടും എന്ന് മാത്രമല്ല, പൂർണ്ണമായും പാപങ്ങൾ വിട്ടൊഴിയാൻ മറ്റൊരു കാര്യം കൂടി ചെയ്യുക എന്നാണ് പടവലൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്തായിരുന്നു അത്? ജോഗ്യത്തെ ഹജ്ജും നീ ചെയ്കിൽ ദോഷം പൊറുക്കുമേ ചൊല്ലി ഈ വാക്കുറി കേറി മേഘത്തിൽ ബഷ്കമേ. പടവലൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി പൂർണ്ണമായും ഈ തെറ്റിൽ നിന്ന് നിങ്ങൾക്ക് പ്രായശ്ചിത്തമാകണമെങ്കിൽ നിങ്ങളൊരു ഹജ്ജും ചെയ്യണമെന്ന്. എന്നാൽ നിങ്ങളുടെ സകലമാന ദോഷങ്ങളും പൊറുക്കുമെന്ന് ചേരമാൻ പെരുമാളുടേതാ മുകളിൽ നിന്ന് മലക്കുകൾ കൊണ്ടുവന്ന മേഘത്തിലിരുന്നു കൊണ്ട് കൃഷ്ണമൂർത്തി അഥവാ പടവലൻ നായർ വിളിച്ചു പറയുകയാണ്. അങ്ങനെ കടുപ്പത്തിൽ കൊണ്ടവനെ കൊണ്ടങ്ങ് ഊശറുമയായി ഹൈറത്തിലെ രാജനും ഫൗസും നോക്കി പുതുമയായി. ഈ വസിയത്തുകളൊക്കെ പറഞ്ഞതിന് ശേഷം പടവലൻ നായരെ മലക്കുകൾ കൊണ്ടുപോയി മറ്റൊരു ഭാഗത്തിറക്കിയെന്ന് മാത്രമല്ല, അങ്ങനെ നാലാം ഭേദം വന്നപ്പോൾ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ വലിയായി എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത്. ഏതായാലും വളരെ ദുഃഖഭാരത്തോടുകൂടെ ചേരമാൻ പെരുമാളും പരിവാരങ്ങളും പട്ടാളക്കാരും കൊട്ടാരത്തിലേക്ക് വന്ന് കൃഷ്ണമൂർത്തിയുടെ ഈ സത്യസന്ധതയിൽ നൊന്തുകൊണ്ട് വളരെ വ്യസനം പൂണ്ട് ദുഃഖം പൂണ്ട് കൊട്ടാരത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പടവലൻ തൻ പക്കൽ ഉള്ളേ ഹക്ക് വെളിച്ചമായി പാരം പെരുമാളിൽ കേദം പൂക്കേറ്റം ദുഃഖമായി അടവേ ഈ കേരളം മേൽ പാരദേശം ഒക്കവേ അടുക്കി ഇടക്കം അടക്കി ദുഃഖം മറ്റൊണ്ടിൽ ലാതെ വാൾ നീക്കവേ. അങ്ങനെ ദുഃഖഭാരവും പേറിക്കൊണ്ട് തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി കാലങ്ങൾ തള്ളി നീക്കുകയാണ്. തൻ്റെ പടവലൻ പറഞ്ഞ കാര്യങ്ങളോർത്ത് നാലാം ഭേദം കൊണ്ട് വിശ്വസിക്കാനും ആ പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കാനും ഇസ്ലാം ദീൻ പുൽകാനും മാത്രമല്ല പൂർണ്ണമായി ദോഷം പൊറുക്കണമെങ്കിൽ ഹജ്ജ് ചെയ്യാനും തൻ്റെ പടവലൻ ഉപദേശിച്ച ഉപദേശവും മനസ്സിൽ വെച്ചുകൊണ്ട് തൻ്റെ കൊട്ടാരത്തിൽ കൊടുങ്ങല്ലൂരിനെ ആസ്ഥാനമാക്കി രാജ്യം ഭരിക്കുന്ന ചേരമാൻ പെരുമാൾ തൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഇരുന്നുകൊണ്ട് പല ചിന്തകളുമായി കഴിഞ്ഞുകൂടുന്ന സമയത്താണ് എന്തോ ഒന്നൊരത്ഭുത സംഭവം സംഭവിക്കുവാൻ പോവുകയാണ്. എന്താണത് എന്ന് കവി അടുത്ത എപ്പിസോഡിലെ പറയൂ.